ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാ എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നേ. ഈ വീടിനകത്ത് എന്റെ ഭാര്യ സുരക്ഷിതയല്ല. അയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും. അത് 100% സത്യമല്ലടാ മോനെ. ഞാനിപ്പോ ദുർഗ ഉണ്ണിയൊക്കെ ഉപദേശിച്ചിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ജോലി ചെയ്യാതെ തന്നെ നീ ഞങ്ങൾക്ക് ശമ്പളം തരിക. കോമാ സ്റ്റേജിൽ കിടക്കുന്ന എൻ്റെ മോന് പോലും അതിൻ്റെ സ്നേഹവും നന്ദിയൊക്കെ നിന്നോടും നിന്റെ ഭാര്യയോടും ഞങ്ങളും ഇവിടെ ഉള്ളവരും കാണിച്ചില്ലെങ്കിൽ അത് നന്ദികേട് തന്നെയാ. അമ്മാവാ, വെറുതെ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥത വേണം. എൻ്റെ മോനെ, കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്നെ പലതും പഠിപ്പിച്ചു. നിനക്കത് മനസ്സിലായി കാണുമെന്നാ എൻ്റെ വിശ്വാസം. പഴയ അമ്മാവനല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, പുതിയ അമ്മാവനാ. അമ്മാവൻ പറയുന്നതൊക്കെ 100% ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം അമ്മാവന് കിട്ടും. അതല്ല, ഇവിടെയുള്ളവരെ പോലെ ഉള്ളിൽ വിഷം വെച്ചിട്ട് പുറമേ സന്തോഷം നടിക്കുകയാണെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷേ ചെയ്യൂ. അതൊക്കെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു അമ്മാവനല്ലടാ മോനെ ഞാൻ. നിന്നെ മഹാലക്ഷ്മിയെ വേദനിപ്പിച്ച് കഴിഞ്ഞാ അതിൻ്റെയൊക്കെ ഇരട്ടി വേദന ഞങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഇനിയും ഉണ്ടായില്ലെങ്കിൽ അത് ഞങ്ങളുടെ പരാജയമാടാ, തകർച്ചയാ. നീ ഒരു കാര്യം ചെയ്, നിന്റെ പെണ്ണിനെ അനന്തുവിന്റെ വീട്ടിൽ നിർത്താതെ ഇവിടെ കൊണ്ടു നിർത്ത്. ഇവിടുത്തെ മരുമോളല്ലേ. തൽക്കാലം അതിനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചടങ്ങ് നടക്കും, എന്റെ ഭാര്യയുടെ വളകാപ്പ് ചടങ്ങ്. അതെന്തായാലും അനന്തുവിന്റെ വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് ഉദ്ദേശമില്ല. എടാ മോനെ, ഇത് നിന്റെ ലക്ഷ്മിയുടെ വീടാ. ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളുടെ കൃപ കൊണ്ടാ ജീവിക്കുന്നേ. അപ്പൊ പിന്നെ നീ എന്ത് തീരുമാനം എടുത്താലും അത് ഇവിടെ ഉള്ളവരനുസരിച്ചേ പറ്റൂ. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിലേ ഇപ്പൊ കടുത്ത തീരുമാനം എടുത്താനെ. ആ തീരുമാനത്തിനൊടുവിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വന്നാനെ. ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് മനുഷ്യത്വം അവശേഷിക്കുന്നത് കൊണ്ട് ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുക. പക്ഷേ എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഇവിടെ ഉള്ളവരെ കൊണ്ട് എന്തെങ്കിലും പോറൽ ഏൽക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ക്ഷമിക്കില്ല. രണ്ടാനമ്മയാണ്, അനിയനാണ്, അനിയന്റെ ഭാര്യയാണ് എന്നൊന്നും നോക്കാതെ പുറത്തിറക്കി വിടത്തേ ഉള്ളൂ. എല്ലാരോടും ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കി പറയും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവിടെ ഉള്ളവർ പഠിച്ചില്ലെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യണം മോനെ. ആ സമയത്ത് ഒരിക്കലും നിന്നെ ഞാൻ തള്ളിപ്പറയത്തില്ല, കൂടെ തന്നെ നിൽക്കും.